ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ട്രെയിനുകളിൽ ഒരു ട്രെയിനിൻ്റെ നീളം തന്നിട്ട് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം കാണുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, 2 trains A and B start running together from the same point in the same direction. രണ്ട് ട്രെയിനുകൾ ഒരേ പോയിന്റിൽ നിന്നും, രണ്ട് ട്രെയിനുകൾക്ക് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രെയിനിൻ്റെ പേര് എ എന്നും മറ്റൊരു ട്രെയിനിൻ്റെ പേര് ബി എന്നും. അപ്പോൾ രണ്ട് ട്രെയിനുകൾ ഒരു പോയിന്റിൽ നിന്നും ഒരേ ദിശയിലേക്ക് പുറപ്പെടുന്നു. അറ്റ് 77 കിലോമീറ്റർ 41 കിലോമീറ്റർ പെർ അവർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അവയുടെ വേഗതകൾ തന്നിട്ടുണ്ട്. 77 കിലോമീറ്റർ 41 കിലോമീറ്റർ പെർ അവർ റെസ്പെക്റ്റീവ്ലി. രണ്ട് ട്രെയിനുകൾ ഒരേ പോയിന്റിൽ നിന്നും ഒരേ ദിശയിലേക്ക് യഥാക്രമം 77 കിലോമീറ്റർ 41 കിലോമീറ്റർ പെർ അവർ വേഗതകളിൽ പുറപ്പെടുന്നു, യാത്ര ചെയ്യുന്നു. ഇറ്റ് ടേക്സ് 1 minute 4 seconds. ഇതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ടേക്സ് 1 minute 4 seconds ഫോർ എ സ്പീഡി ട്രെയിൻ ടു ഓവർടേക്ക് ദി സ്ലോവർ ട്രെയിൻ. അപ്പോൾ ഇവിടെ സമയം പറഞ്ഞിരിക്കുന്നത് 1 minute 4 seconds എന്നാണ്. എന്താണ് 1 minute 4 seconds എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 1 minute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ 1 minute 4 seconds എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 64 സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ സമയം 64 സെക്കൻഡ്. അപ്പോൾ വേഗത കൂടിയ ട്രെയിനിന് വേഗത കുറഞ്ഞ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ 1 minute 4 seconds സമയം ആണ് എടുക്കുന്നത്. ലെങ്ത് ഓഫ് 1 train ഈസ് 350 meter. ഒരു ട്രെയിനിൻ്റെ നീളം 350 മീറ്റർ ആണ്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സെക്കൻഡ് ട്രെയിൻ. രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഒരു ട്രെയിനിൻ്റെ നീളം, നമുക്ക് ട്രെയിനിൻ്റെ നീളത്തെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ട്രെയിനിൻ്റെ നീളം എടുക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ നീളം 350 മീറ്റർ ആണ്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം തരാത്തത് കൊണ്ട് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമാണ് കാണേണ്ടത്. അത് നീളമുള്ള ഒരു വസ്തു ആയതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു ട്രെയിനിൻ്റെ നീളം 350 മീറ്റർ, രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം എക്സ്. നമുക്കറിയാം രണ്ട് നീളങ്ങൾ തന്നാൽ അവ തമ്മിൽ കൂട്ടണം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 350 മീറ്റർ പ്ലസ് എക്സ്. കാണേണ്ടത് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ നീളം കാണണം. ഇനി മറ്റൊന്ന്, ഇവിടെ നമുക്ക് സ്പീഡുകൾ തന്നിട്ടുണ്ട്. രണ്ട് സ്പീഡ് തന്നാൽ നമ്മൾ പഠിച്ചു റിലേറ്റീവ് സ്പീഡാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആപേക്ഷിക വേഗത. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കുറയ്ക്കണം, വിപരീത ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കൂട്ടണം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സെയിം ഡയറക്ഷൻ എന്നാണ്. ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് തീവണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ദിശയിലേക്ക് ആയതുകൊണ്ട് ഇവിടെ വേഗതകൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 77 കിലോമീറ്റർ പെർ അവർ നിന്ന് 41 കിലോമീറ്റർ പെർ അവർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് മീറ്ററിലാണ്, എന്നാൽ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. രണ്ട് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് പഠിച്ചു? ഇവിടെ തന്നിരിക്കുന്നത് 18 ഗുണിതാണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, അതല്ലെങ്കിൽ നമ്മൾ 5/18 കൊണ്ട് ഗുണിക്കണമെന്ന് പഠിച്ചു. ഇവിടെ തന്നിരിക്കുന്നത് 18ന്റെ ഗുണിതമാണ്. 18നോട് എത്ര ഗുണിച്ചാൽ 36 കിട്ടും? 2 18 36. ആ 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 2 5 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
350 മീറ്റർ പ്ലസ് എക്സ്, സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, സമയം തന്നിരിക്കുന്നത് 64 സെക്കൻഡ്. സെക്കൻഡിൽ തന്നെയാണ്, ഒരേ യൂണിറ്റ് തന്നെയാണ്. ഇനി ചോദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണേണ്ടത് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 350 മീറ്റർ പ്ലസ് എക്സ്. കാണേണ്ടത് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, കാണേണ്ടത് ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? അവിടെ സമവാക്യം കൊടുത്തിട്ടുണ്ട്, ഇവിടെയുണ്ട്. എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദൂരം സമം വേഗത ഇൻറ്റു സമയം. ഇവിടെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു സമയം എന്ന് പറയുന്നത് ഇവിടെ 64 സെക്കൻഡ്. അപ്പം മുകളിലുള്ള സെക്കൻഡും താഴെയുള്ള സെക്കൻഡും വെട്ടിപ്പോയി. ഇവിടെ 10 മീറ്റർ ഇൻറ്റു 64, 10 ഇൻറ്റു 64 എന്ന് പറഞ്ഞാൽ 640, 640 മീറ്റർ. കാണേണ്ടത് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള ഈ 350 മീറ്ററിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ 350 മീറ്റർ സമത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ -350 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 640 മീറ്ററിൽ നിന്ന് 350 മീറ്റർ നമുക്ക് കുറക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 5 4 9 അല്ലേ, 290 മീറ്റർ. ആൻസർ 290 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 290 മീറ്റർ. അപ്പോൾ ഇവിടെ കിട്ടിയത് എക്സിൻ്റെ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 290 മീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2 trains are running in opposite directions at 29 km per hour, 25 km per hour respectively in 26 seconds. In 26 seconds. Length of the first train is 200 meter. Find the length of second train. ഇപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 2 തീവണ്ടികൾ യഥാക്രമം 29 കിലോമീറ്റർ 25 കിലോമീറ്റർ പെർ അവർ വേഗതകളിൽ വിപരീത ദിശകളിൽ സഞ്ചരിക്കുന്നു. അവ പരസ്പരം കടന്നു പോകാൻ 26 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ എന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നു. കൂടാതെ ഒരു ട്രെയിനിൻ്റെ നീളം 200 മീറ്റർ ആണ്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ത്? ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. 29 കിലോമീറ്റർ 25 കിലോമീറ്റർ വേഗതകളിൽ വിപരീത ദിശകളിൽ ഓടുന്ന 2 തീവണ്ടികൾ പരസ്പരം തരണം ചെയ്തു പോകാൻ 26 സെക്കൻഡ് സമയം എടുക്കുന്നു. ഒരു തീവണ്ടിയുടെ നീളം 200 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ തീവണ്ടിയുടെ നീളം എന്ത്? ഇതാണ് ചോദ്യം തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു തീവണ്ടിയുടെ നീളം തന്നിട്ടുണ്ട് 200 മീറ്റർ. ഇത് ട്രെയിനിൻ്റെ നീളം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ദൂരമായിട്ടാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമാണ് കാണേണ്ടത്. അത് നീളമുള്ള ഒരു വസ്തു ആയതുകൊണ്ട് അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഈ ദൂരങ്ങൾ ഒന്നിലധികം ദൂരങ്ങൾ തന്നാൽ അവ കൂട്ടി എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് 200 മീറ്റർ പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി പറഞ്ഞിരിക്കുന്നു വേഗതകൾ തന്നിട്ടുണ്ട്, സ്പീഡുകൾ. 2 വേഗതകൾ തന്നാൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം, അതല്ലെങ്കിൽ ആപേക്ഷിക വേഗത എടുക്കണം. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കുറക്കണം, വിപരീത ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കൂട്ടണം. അപ്പോൾ ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ്, വിപരീത ദിശകളിൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേഗതകൾ കൂട്ടണം. അപ്പോൾ 29ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 54 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും നമുക്ക് വേഗത. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ യൂണിറ്റ് ആണ്. ഇവിടെ ചോദ്യത്തിൽ ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലാണ്, എന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ടും 2 യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ കിലോമീറ്റർ
പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക്? ഇവിടെ ദൂരം മീറ്റർ ആയതുകൊണ്ടാണ് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 54 നമുക്കറിയാം 54 18ന്റെ ഗുണിതമാണ്. 3 × 18 54. ആ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ 3 × 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, അതുപോലെ തന്നെ സ്പീഡ് കിട്ടി, കൂടാതെ സമയം തന്നിരിക്കുന്നു 26 സെക്കൻഡ്, 26 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഒരു ട്രെയിനിൻ്റെ നീളം. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നു 200 മീറ്റർ പ്ലസ് എക്സ്. ഓക്കെ, 200 മീറ്റർ പ്ലസ് എക്സ്. ഒരു ട്രെയിനിൻ്റെ നീളം 200, രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ട്രെയിനിൻ്റെ നീളം. നമുക്ക് ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. അപ്പോൾ ഡിസ്റ്റൻസ് കാണണം. എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻറ്റു സമയം, സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് 200 പ്ലസ് എക്സ്, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം. ടൈം ഇവിടെ എത്രയാണ്? 26 സെക്കൻഡ് എന്ന് കിട്ടി. ഈ താഴെയുള്ള സെക്കൻഡും മുകളിലുള്ള സെക്കൻഡും പരസ്പരം വെട്ടിക്കളഞ്ഞു. ആൻസർ ഇവിടെ 15ഉം 26ഉം ഗുണിക്കും. ഇനി നമുക്ക് 15ഉം 26ഉം ഗുണിക്കണം. ഒന്ന് ഗുണിച്ച് നോക്കാം. 26 × 15, 5 × 6 30, റിമൈൻഡർ 3, 2 × 5 10, 10 3 13, 1 6, 6 1 2 2. അപ്പോൾ നമുക്ക് ഇവിടെ 0, 6 3 9, 2 1 3, 390 കിട്ടും അല്ലേ? അപ്പോൾ 15ഉം 26ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 390 മീറ്റർ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് കാണേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, എക്സിൻ്റെ വാല്യൂ കിട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ കൂടെയുള്ള 200 മീറ്ററിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ 200 മീറ്റർ സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ -200 മീറ്റർ എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടും 390 മീറ്ററിൽ നിന്ന് 200 മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 190 മീറ്റർ, 190 മീറ്റർ. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം നമുക്ക് കിട്ടി 190 മീറ്റർ.